അപ്പോൾ ഫീൽഡ് പ്രാക്ടീസിന് നമ്മുടെ ഈ കോഴ്സ് ഇവിടെ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അത്രയും വലുതാണ്. അക്കാദമിക്കലി നമ്മൾ ഈ കോഴ്സസിന് പുറമെ ഫീൽഡ് പ്രാക്ടീസ് ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ വളരെയധികം ഇൻവെസ്റ്റ് ആണ് യൂണിവേഴ്സിറ്റി. ഓൾറെഡി ഭോപ്പാലിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ജോലി ചെയ്യുന്ന NGOകളായിട്ട് ഇവർ അസോസിയേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് അലോട്ട് അസൈൻ ചെയ്തിരിക്കുന്ന NGOs ഉണ്ട്. അവരുടെ കൂടെ നമ്മൾ ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യണം കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയ്ക്ക്. അപ്പം എനിക്ക് ഞാൻ കേരളത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. എനിക്ക് ടോട്ടലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ കമ്മ്യൂണിറ്റീസിനെ നോക്കുമ്പം. അപ്പോൾ ഇവർക്ക് ഹെൽത്ത് മാത്രമല്ല, അല്ലാണ്ട് തന്നെ ഇവരുടെ ജനറൽ ആയിട്ടുള്ള ജീവിതത്തിലുള്ള ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആളുകൾ നമ്മൾ വിചാരിക്കുന്ന ഏതൊരു വളരെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ആളുകളാണെന്ന് നമ്മൾ വിചാരിക്കുന്നവരുടെ ഇടയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവരുടേതായ രീതിയിൽ ഹാപ്പിയാണ്, എല്ലാ രീതിയിലും കണ്ടൻറ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പബ്ലിക് ഹെൽത്ത് പോളിസീസും നമ്മുടെ ഈ പറഞ്ഞ കോഴ്സ് കൊണ്ടുള്ള ഗുണം ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളൊരു ആളുകളും കൂടിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എനിക്ക് ഭോപ്പാലിൽ വന്നതിൽ ഞാൻ ഒരു എക്സ്ട്രാ മൈൽ ഞാൻ ഹാപ്പിയാണ്. കാര്യം ഇങ്ങനെയൊരു രീതിയിലുള്ള ലൈഫ് സ്റ്റൈല് കാര്യങ്ങളൊക്കെ കാണാൻ എനിക്ക് ഒരിക്കലും കേരളത്തിൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അത്ര എൻറിച്ചിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ക്യാമ്പസിലുമുണ്ട്, ഇതിൻ്റെ പുറത്തുമുണ്ട്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴായാലും എല്ലാം ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാര്യം എങ്ങനെയാണൊരു സെയിം സ്ഥലത്ത് ജീവിച്ച് സെയിം സ്ഥലത്ത് വളർന്ന് സെയിം സ്ഥലത്ത് തന്നെ പഠിച്ചു, ആ ഒരു എക്സ്പീരിയൻസിന് ഭയങ്കര ഡിഫറൻ്റ് ആണ് എനിക്ക് ഇത്രയും ദൂരെയുള്ളൊക്കെ ഒരു സ്ഥലത്ത് മൂവ് ചെയ്തപ്പോൾ കിട്ടിയത്. വളരെയധികം ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ട്രാവലിങ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യും. പക്ഷേ അതിനൊക്കെ പുറമെ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ ആ ഒരു ഹോംലി ഫീൽ എന്ന് പറഞ്ഞ ഒരു സംഗതി അതെനിക്ക് തോന്നുന്നില്ല എല്ലായിടത്തും ഒന്നും കിട്ടുമെന്ന്. അപ്പം അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈവന് എൻ്റെ പേരൻസ് വിളിക്കുമ്പോഴായാലും ഒക്കെ അവർ പറയുന്നുണ്ട് നിന്റെ മുഖത്ത് ആ സന്തോഷം കാണാനുണ്ട്, എന്തോ ചെയ്യാനുണ്ട് നിനക്കിവിടെ എന്നുള്ള. എനിക്കിനൊരു എല്ലാവർക്കും ആ ഒരു പേർപ്പസ് കിട്ടിയ പോലെ എനിക്ക് ചുറ്റുമുള്ളവരുടെ അടുത്ത് നിന്ന് ആ ഫീല് കിട്ടുന്നുണ്ട്. ഇവിടെ തന്നെ ഡിഫറെൻറ്റ് കോഴ്സസ് ഉണ്ട്, അവരുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു പ്രത്യേക കോഴ്സ് പഠിക്കുന്ന ആളുകൾ മാത്രമുള്ള ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിട്ടല്ല നമ്മുടെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. എല്ലാ പരിപാടികൾക്കായാലും എല്ലാവരും ഇൻക്ലൂഡഡ് ആണ്. ഒരു ഭയങ്കര ഇൻക്ലൂസീവ് കൾച്ചറാണ് ക്യാമ്പസിലുള്ളത് തന്നെ. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഇല്ല ആളുകളായിട്ട് മിണ്ടാതിരിക്കുക എന്നുള്ളതിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. എന്തായാലും നമ്മൾ ഒരുപാട് ആളുകളായിട്ട് മിണ്ടണം, സംസാരിക്കണം, അവരുടെ കൾച്ചറിനെ പറ്റി അറിയണം, അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി അറിയണം. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. എൻ്റെ ഫീൽഡ് എക്സ്പീരിയൻസ് ഇവരുടെതൊക്കെ വെച്ച് വളരെ കുറച്ചേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി ഇവിടെ വന്നപ്പം. ഇപ്പം എൻ്റെ കൂടെയുള്ള ബാച്ച്മേറ്റ്സ് ആയാലും പുറമെ മറ്റ് ബാച്ചിലെ കുട്ടികളായാലും അവരുടെ സംസാരത്തിനൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു അറിവ് വളരെ വലുതാണ്. അപ്പം ഞാനിതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് അക്കാദമിക്കലി മാത്രമല്ല ലൈഫിലും കൂടെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പം ഭയങ്കര പ്രതീക്ഷയിലാണ് ഞാൻ കോഴ്സ് ഓഫർ ചെയ്യുന്ന മുന്നോട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ആലോചിച്ചിട്ട്. പിന്നെ അക്കാദമിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ കോഴ്സിൻ്റെ കാര്യം ഞാനീ പറഞ്ഞതുപോലെ വളരെ നല്ല ഒരു ഹിസ്റ്റോറിക്കലി ഗ്രൗണ്ടഡ് ആയിട്ടാണ് കോഴ്സ് തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ഫാക്കൽറ്റീസ് ആയാലും എല്ലാം ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകളാണ്. ഇതിപ്പം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായാലും മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകളുണ്ട് ഞങ്ങളുടെ ഫാക്കൽറ്റി. അതല്ലാണ്ട് ഭയങ്കര അഡ്മിനിസ്ട്രേറ്റീവ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ റിസർച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകളുണ്ട്. അപ്പം ഈ ഒരു ഫാക്കൽറ്റീസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ ഭയങ്കര ഡൈവേഴ്സാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ കോഴ്സിന് ഓഫർ ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസും ഭയങ്കര വലുതാണ്. കാര്യം ഓരോരുത്തരും ഹെൽത്തിനെയും അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ലൈഫിനെയും ഒക്കെ കാണുന്ന ആ ഒരു പെർസ്പെക്റ്റീവ്സിൻ്റെ ഡിഫറൻസ് നമുക്ക് ക്ലാസ്സിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇവരുടെ. അപ്പോൾ നമ്മളിപ്പം പഠിക്കുന്ന കോഴ്സുകളിൽ മെയിനായിട്ട് ഇപ്പം ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പം അതിൽ പബ്ലിക് ഹെൽത്തിൻ്റെ എവിഡൻസസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹെൽത്ത് ഒരു സോഷ്യൽ ഫിനോമിനയായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഹെൽത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിലോ ഡോക്ടേഴ്സോ നഴ്സസോ മാത്രമല്ല, എങ്ങനെയാണ് ആരോഗ്യം എന്ന് പറയുന്നത് എല്ലാവരുടെയും, അതായത് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആവുന്നത്, എങ്ങനെയാണ് ജസ്റ്റിസ് അതിൽ വരുന്നത്, എല്ലാവർക്കും ഒരുപോലെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ ഈ ഹെൽത്തിൻ്റെ സേവനങ്ങൾ ഒരുപോലെ കിട്ടേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും റെസ്പോൺസിബിലിറ്റി ആവുന്നത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വെൽത്തിനും നമ്മുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനും എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ടിനും എഡ്യൂക്കേഷനും തരാൻ പറ്റുന്ന ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു സംഗതിയല്ല ഹെൽത്ത്. എല്ലാവർക്കും, അതായത് നമ്മുടെ ഭരണഘടന ഉറപ്പാക്കുന്ന ഒരു അവകാശം തന്നെ ഹെൽത്തിനുണ്ട്. ഇനിയിപ്പം അത് ഒരാളുടെ മാത്രം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി അല്ല. ആസ് എ സൊസൈറ്റി നമുക്കെല്ലാവർക്കും ഈക്വലി അതിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എത്തിക്സ് എങ്ങനെയാണ് ഹെൽത്ത് അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്തിൽ മാറ്റർ ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫാക്കൽറ്റീസിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഈ കോഴ്സ് തന്നെ ഓഫർ ചെയ്യുന്ന ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ടേഴ്സ് ഉണ്ട്, ഇതിൽ ലെയേഴ്സ് ഉണ്ട്.
അപ്പോൾ അതിൽ നമ്മളെങ്ങനെയാണ് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പോളിസി നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പം, അല്ലെങ്കിൽ ഒരു പോളിസി നമ്മൾ ആദ്യം ഒക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെപ്പറ്റി വായിക്കുമ്പം ഓക്കെ എന്ത് എവിഡൻസിൻ്റെ ബേസിസിലാണ് അത് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ എത്രത്തോളം അത് ഒരു ഈ പറഞ്ഞ ഗ്രൗണ്ട് ലെവലിലുള്ള വൾണറബിൾ ആയിട്ടുള്ള ആളുകൾക്ക് അത് ഉപയോഗപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ കോഴ്സുകളിൽ തന്നെ നമുക്കൊരു ഓറിയൻറ്റേഷൻ വരും. ഇത് വായിക്കുമ്പോഴും നമുക്ക് അതിലൂടെ ഗോ ത്രൂ ചെയ്യുമ്പോഴും അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഈ മെറ്റീരിയൽസ് ആയാലും നമുക്ക് അൺലിമിറ്റഡ് ആണ് നമുക്കിവിടെ കിട്ടുന്ന റിസോഴ്സസ് എന്ന് പറയുന്നത്. അത്രയും ഉണ്ട്. നമുക്ക് മാൻഡേറ്ററി റീഡിങ്ങിന് പുറമെ അവർ നമുക്ക് ഓപ്ഷണൽ റീഡിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ തരുന്നുണ്ട് എല്ലാ കോഴ്സിലും. നമുക്ക് വേണ്ടുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ നമ്മുടെ കോഴ്സ് റിലേറ്റഡ് ആയിട്ട് അല്ലാണ്ട് അതിന് പുറമെ നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ ലേണിംഗ് എക്സ്പീരിയൻസ് ഭയങ്കര വൈഡാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫാക്കൽറ്റീസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് ഏത് പോയിന്റിൽ ഒരു ഡൗട്ട് വരുവാണെങ്കിലും നമുക്കങ്ങനെ ഒരു സെക്ലൂഡഡ് ആയി പോകുന്നതായിട്ടോ അല്ലെങ്കിൽ കോഴ്സിൽ നമ്മൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നതായിട്ടോ നമുക്ക് ഇവിടുത്തെ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. കാര്യം എല്ലാ ഫേസിലും ഇവർ നമ്മുടെ കൂടെയുണ്ട്. ഇപ്പം ക്ലാസ് കഴിഞ്ഞാലും നമുക്ക് ഓഫീസ് അവേഴ്സ് ഉണ്ട് സ്റ്റാഫിന്. അപ്പം നമുക്ക് ഏത് സമയത്തും അപ്രോച്ച് ചെയ്യുക അവരെ പോയിട്ട്. ഇപ്പോൾ അസൈൻമെൻറ്റ്സിൻ്റെ കാര്യങ്ങളിലായാലും എല്ലാം നമുക്ക് ഡയറക്റ്റായിട്ട് ഫാക്കൽറ്റീസിനെ മീറ്റ് ചെയ്തിട്ട് തന്നെ നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നില്ല എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ വന്നൊരു ബാക്ക്ഗ്രൗണ്ടിൽ എനിക്കത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി മുഴുവൻ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പം നമുക്കത് ഭയങ്കര ഒരു പ്രഷർ തരും. കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് അറിയാത്തൊരു ബുദ്ധിമുട്ട് നമുക്ക് എല്ലാ ഫേസിലും ഉണ്ടാകും. പക്ഷേ ഇവിടെ നമുക്ക് ഏത് പോയിന്റിലും നമുക്കൊരു ഹെൽപ്പ് എടുക്കാൻ പറ്റുന്ന അത്രയും സപ്പോർട്ടീവാണ് ഇവിടുത്തെ ഫാക്കൽറ്റീസ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഡിഫറൻസ് തന്നെയാണ് അക്കാദമിക്സിൽ വരുമ്പം. അപ്പം ഞാനത്ര യൂസ്ഡ് അല്ല ഫാക്കൽറ്റീസിനോട് ഈ പറഞ്ഞ പോലെ എപ്പോഴും ഇൻട്രാക്ട് ചെയ്തിട്ടും സംസാരിച്ചിട്ടും. പക്ഷേ എനിക്കിത് ഇവിടെ വന്നപ്പോൾ ഒരു ഭയങ്കരമായ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഫാക്കൽറ്റീസ് നമ്മളുമായിട്ട് എല്ലാ സമയത്തും ഇൻട്രാക്ട് ചെയ്യുക, എല്ലാ കാര്യത്തിലും അവരെപ്പോഴും ഇൻ ടച്ചാണ് നമ്മളുമായിട്ട്. എന്താണ് ഫീൽഡ് പോയിട്ടുള്ള എക്സ്പീരിയൻസസ് നമുക്ക് അവരായിട്ട് ഷെയർ ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മളത് ഒറ്റയ്ക്ക് പോയി ഡീൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവർ ഒരിക്കലും വരുത്താറില്ല. ഫീൽഡിലായാലും നമുക്ക് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ എന്നുള്ളത് ഇവരെപ്പോഴും കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ടത് എന്താണോ എന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇൻ കേസ് നമുക്ക് അതിലൊരു ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് ഏത് സമയത്തും പോയി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഇവിടെ ഫാക്കൽറ്റീസ് നമുക്ക് ഇവിടെ ഉള്ളത്. വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഫാക്കൽറ്റീസ് ഇവിടെ ഒരിക്കലും ഒരു ക്യാബിനിൽ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. എപ്പോഴും ഇവരൊരു ഓപ്പൺ സ്പേസിലാണ് ഇവരുടെ ചെയേഴ്സ് ആയാലും ഇവരുടെ ഡെസ്ക് ആയാലും എല്ലാം. അപ്പം നമുക്ക് ആ ഒരു കാര്യത്തിൽ പോലും ആ ഒരു ബൗണ്ടറിയോ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനോ ഫീൽ ചെയ്യില്ല. അപ്പോൾ അത് തന്നെ ഓരോ ചെറിയ കാര്യത്തിൽ ഇവർ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ചേഞ്ച് എന്നെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പം ഒരു റൂം അലോട്ട് ചെയ്യുന്ന കാര്യത്തിലായാലും ഒരിക്കലും നമുക്കൊരു സെയിം സ്ഥലത്തു നിന്ന് വരുന്ന ആളുകൾക്ക് സെയിം റൂം അങ്ങനെ ഒരു കാര്യം ഇവിടെ ഇല്ല. അപ്പം അത് അക്കാദമിക്സിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ രീതിക്കും, ക്യാമ്പസിലായാലും എല്ലാം. ആ ഒരു ഓപ്പൺനെസ് അല്ലെങ്കിൽ ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്ന കാര്യം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും.